നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഒരു ക്യാൻറ്റിലീവർ ബീമിൽ ഒരു വേരിയിങ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു അനാലിസിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 5 മീറ്റർ എന്നും അതുപോലെ തന്നെ ഹൈറ്റ് 1 മീറ്റർ എന്നും അതിൻ്റെ തിക്നെസ് 0.3 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഇതൊരു കോൺക്രീറ്റ് ക്യാൻറ്റിലീവർ ബീമാണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടീസും തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് 30 GPa എന്നും പോയ്സൺസ് റേഷ്യോ 0.2 എന്നും ഡെൻസിറ്റി 2400 kg/m³ എന്നും തന്നിട്ടുണ്ട്. ഇനി ഇതിന്ന് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ബി, അതായത് ഈ ബി എന്ന പോയിന്റിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. രണ്ടാമതായി കണ്ടുപിടിക്കേണ്ടത് ഹൊറിസോണ്ടൽ സ്ട്രെസ്സ് അറ്റ് എ, അതായത് ഈ എ എന്ന പോയിന്റിലെ ഹൊറിസോണ്ടൽ സ്ട്രെസ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൽ ലോഡ് എന്ന് പറയുന്നത് അറ്റ് ദ ബിഗിനിങ്ങിൽ 100 kN/m² തുടങ്ങി എന്ത് ചെയ്യും, ലോഡ് ഡിക്രീസായി ഏറ്റവും എൻഡിലെത്തുമ്പോഴത്തേക്ക് 0 ആവും. ഇനി അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 4 നോഡ് കോർഡിനാറ്ററൽ എലമെൻറ്റ് ഉപയോഗിച്ച് തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.1 മീറ്ററും ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി ഇതിൻ്റെ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യണം, അതായത് ഇപ്പം ഇതിൻ്റെ സെൽഫ് വെയിറ്റ് കൂടി കൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പം ഇതിലിപ്പം എഴുതിയേക്കുന്നത് ഇതിൻ്റെ ഡെൻസിറ്റിയാണ്. സോ ഇതൊരു ക്ലറിക്കൽ എററായിട്ട് കണ്ടാൽ മതി. സെൽഫ് വെയിറ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന റിസൾട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആൻസിസ് വർക്ക് ബെഞ്ചാണ്. ഓക്കെ, അപ്പം ആൻസിസ് വർക്ക് ബെഞ്ച് നമുക്ക് ഇതിനായിട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഈ ഒരു പ്രോബ്ലം നമുക്ക് 3 രീതിക്ക് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് 1 ഡയമെൻഷണൽ അനാലിസിസ് ആയിട്ടും 2 ഡയമെൻഷണൽ അനാലിസിസ് ആയിട്ടും 3 ഡയമെൻഷണൽ അനാലിസിസ് ആയിട്ടും. അപ്പം നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന 2 ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കിപ്പം സ്റ്റാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു സോൾവറിനെ നമ്മുടെ പ്രോജക്റ്റ് സ്കീമാറ്റിക്കിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. കാരണം ഇതൊരു സ്ട്രക്ചറൽ അനാലിസിസ് ആണല്ലോ, അതുകൊണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എൻജിനീയറിംഗ് ഡാറ്റ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് കൊടുക്കുക. ഇപ്പം ആൻസിസിനകത്ത് തന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പം കോൺക്രീറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡേറ്റാസ് എല്ലാം തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു മെറ്റീരിയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് നമ്മൾ കൊടുക്കണം. നമ്മുടെ കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ്, അല്ലേ? ലീനിയർ ഇലാസ്റ്റിക്, ഐസോട്രോപിക് ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. അതിനുശേഷം നമുക്ക് ഒരു ഡെൻസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഡെൻസിറ്റി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനകത്തുനിന്ന് ഡെൻസിറ്റി ഡ്രാഗ് ചെയ്ത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ഡാറ്റാസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡെൻസിറ്റി എത്രയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കുക, അല്ലേ? 2400, അല്ലേ? യൂണിറ്റ് എന്ന് പറയുന്നത് kg/m³. പോയ്സൺസ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 0.2, അല്ലേ? അടുത്തത് യങ്സ് മോഡുലസും തന്നിട്ടുണ്ട് 30 GPa, അല്ലേ? അപ്പോൾ നമുക്കിവിടെ പാസ്കലിലാണ് കിടക്കുന്നത്, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, GPa മാറ്റി കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ 30 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. മെറ്റീരിയൽ പ്രോപ്പർട്ടി എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോജക്റ്റിലോട്ട് പോകാം. ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ജിയോമെട്രി ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ജിയോമെട്രി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് 2Dയിലാണോ 3Dയിലാണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കുക, അല്ലേ? അപ്പോൾ നമ്മളിവിടെ 2Dയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് 2D സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ജിയോമെട്രി റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അതിനകത്ത് വന്നിട്ട് എന്ത് ടൈപ്പ് ജിയോമെട്രിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് കൊടുക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ അനാലിസിസ് ടൈപ്പിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2D ആണെന്ന് കൊടുക്കുന്നു. കാരണം നമ്മളിവിടെ 2D അനാലിസിസ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലോസ് ചെയ്യാം. അടുത്തത് നമുക്ക് ഡിസൈൻ ചെയ്യണം. അതായത് ഈ ഒരു ഡ്രോയിങ്ങിനെ നമുക്ക് വരയ്ക്കണം, അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ആപ്ലിക്കേഷനുകളാണുള്ളത്. ഒന്ന് സ്പേസ് ക്ലെയിം ജിയോമെട്രിയും അതുപോലെ തന്നെ ഡിസൈൻ മോഡലറും. ഇപ്പം നമുക്കിതിൽ ഏതിൽ വേണം വരയ്ക്കാം. ഡിസൈൻ മോഡലിൽ നമ്മൾ മുമ്പൊക്കെ ഒരുപാട് വരച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു സ്പേസ് ക്ലെയിമിൽ വരച്ച് നോക്കാം. ഈ കാണുന്നതാണ് സ്പേസ് ക്ലെയിമിൻ്റെ ഇൻ്റർഫേസ്. നമ്മൾ പ്ലാൻ വ്യൂ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് XZ പ്ലെയിനിലാണ് ഉള്ളതെന്ന്. നമുക്ക് വരയ്ക്കേണ്ടത് XY പ്ലെയിനിലാണ്, അല്ലേ? അതായത് XY പ്ലെയിൻ എന്ന് വെച്ചാൽ ഏതാണ് നമുക്ക് വരയ്ക്കേണ്ടത്, ഈ ഒരു പ്ലെയിനിലാണ് വരയ്ക്കേണ്ടത്, അല്ലേ? ഓക്കെ,
അപ്പോൾ എക്സ് വൈ പ്ലെയിൻ എന്ന് വെച്ചാൽ ഈ ഒരു പ്ലെയിനാണ് അല്ലേ, അപ്പോൾ അതിന് ഓപ്പോസിറ്റുള്ള ഇസഡ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇസഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇസഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു പ്ലെയിനിൽ വരയ്ക്കും. നമ്മൾ എക്സ് വൈ പ്ലെയിൻ വരയ്ക്കുന്നതിൻ്റെ കാരണം നമ്മൾ ആൻസിസിൽ അടുത്ത സ്റ്റേജിലോട്ട് പോകേണ്ട സമയത്ത് അതിൽ ഈ ജിയോമെട്രി ഇമ്പോർട്ട് ആവുന്നതിന് ചില പ്രശ്നങ്ങളൊക്കെ നേരിടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ് വൈ പ്ലെയിൻ തന്നെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ആ പ്ലെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, സ്കെച്ച് പ്ലെയിൻ കൊടുക്കുക. ദെൻ സ്കെച്ച് പ്ലെയിൻ എന്ത് ചെയ്തു വന്നു അല്ലേ, ഇവിടെയാണ് നമ്മൾ വരച്ചു തുടങ്ങുന്നത്. അടുത്തത് നമ്മളൊരു കോർഡിനേറ്റ്സ് കാണിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഈ ഒരു എക്സ് വൈ പ്ലെയിൻ്റെ എക്സിന് വൈ ഇവിടെയുള്ള 0 0 എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് അല്ലേ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതിന് ശേഷം നമുക്ക് വരച്ചു തുടങ്ങാം. നമ്മുടെ ജിയോമെട്രി എന്ന് പറയുന്നത് ഈ ഒരു റെക്റ്റാങ്കിളാണ് അല്ലേ, ഇതിന് 5 മീറ്റർ നീളമുണ്ട്, 1 മീറ്റർ വീതിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ 0 0 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ MM-ലാണ് യൂണിറ്റ്സ് കാണിക്കുന്നത്. അപ്പോൾ MM-ന് യൂണിറ്റ്സ് കാണിക്കുമ്പോൾ 5 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 5000 mm-ലോട്ട് മാറും അല്ലേ. അപ്പോൾ അതൊരുപാട് നമുക്ക് വരയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ഒരുപാട് നീളത്തിൽ ലെങ്തിൽ പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫയലിനകത്ത് പോയിട്ട് എന്ത് ചെയ്യാം, സ്പേസ് ക്ലെയിം ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് യൂണിറ്റ് എടുക്കുക. യൂണിറ്റ് എടുത്തിട്ട് ഈ MM എന്നുള്ളത് അങ്ങ് മീറ്റർ ആയി കൊടുക്കുക. സോ ഇനിയെല്ലാം എന്ത് ചെയ്യും, മീറ്ററിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാൻ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ എക്സ് ഡയറക്ഷനിലോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് 5 ആണെന്നറിയാം. സോ ഇപ്പം ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതിനർത്ഥം അവിടെ സെലക്ട് ആയിരിക്കുകയാണ്. സോ ഞാൻ 5 ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. ഓക്കെ, സോ 5 എന്ന് കൊടുത്തു. അടുത്തത് വൈ ഡയറക്ഷനിൽ കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡൈമെൻഷൻ എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ ലെങ്തും കൊടുക്കുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ ഞാനവിടെ 1 എന്ന് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഓക്കെ, മറ്റൊരു രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇവിടെ നമുക്ക് ഒരു ലെങ്ത് വാല്യൂ അല്ലെങ്കിൽ 1.04 എന്ന് എഴുതിയിരിക്കണം, അവിടുത്തെ ഒരു വാല്യൂ എൻ്റർ ചെയ്താൽ 5 എന്നല്ലെങ്കിൽ 5 എന്ന് എൻ്റർ ചെയ്യാം. അതിനുശേഷം എനിക്ക് രണ്ടാമത് ഡൈമെൻഷൻ കൊടുക്കുന്നതിന് പകരം ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പുറത്തുള്ള വൈ ഡയറക്ഷനിലുള്ളത് സെലക്ട് ആവും അല്ലേ. അങ്ങനെ നമുക്ക് ആൾട്ടർനേറ്റായി ടാബ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാം. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ, ഡൈമെൻഷൻ എടുത്തിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വരച്ച് കഴിഞ്ഞാൽ സ്കെച്ച് ക്ലോസ് ചെയ്യാം. നമ്മൾ വരച്ച സർഫസ് മോഡലാണിത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ മോഡലും ക്ലോസ് ചെയ്യാം. അടുത്തത് മോഡലിനകത്ത് വരിക. ഓക്കെ, നമ്മളെ മോഡൽ ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, നമ്മൾ വരച്ച ജിയോമെട്രി ഈ മോഡലിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യത്തത് ജിയോമെട്രി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഓപ്ഷനിൽ നമുക്ക് കാണാം ഇത് എന്ത് ടൈപ്പ് പ്രോബ്ലം ആണ്, പ്ലെയിൻ സ്ട്രെസ് ആണോ പ്ലെയിൻ സ്ട്രെയിൻ ആണോ എന്നുള്ള കാര്യം, അഥവാ ആക്സിസ് സിമെട്രിക് ആണോ എന്നുള്ള കാര്യവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് എന്ത് ടൈപ്പ് പ്രോബ്ലം ആണെന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കണോ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഈ പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആണോ ഇത് പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ഡ്രോയിങ്ങിനെ തന്നെ നോക്കാം. ലെങ്ത് വേസിൽ 5 മീറ്ററും വിഡ്ത്ത് വേസിൽ 1 മീറ്ററും തിക്നെസ് വേസിൽ എത്രയാണ് 0.3 ഉള്ളത്. അതായത് എക്സ് എന്ന് പറയുന്നത് 5ഉം വൈ എന്ന് പറയുന്നത് 1ഉം അതുപോലെ തന്നെ ഇസഡ് എന്ന് പറയുന്നത് എത്രയാണ് 0.3 അതായത് ഇസഡ് എന്ന് പറയുന്നത് എക്സിനും വൈക്കും കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ അത് പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലമാണ്. അതായത് ഇസഡ് എന്ന് പറയുന്നത് എക്സിനും വൈക്കും കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കുറവായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലമാണ്. എന്നാൽ ഇസഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എക്സിനെയും വൈനെയും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലോ ആണെങ്കിൽ അത് പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലമാണ്, പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലവുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസഡ് എന്ന് പറയുന്നത് എക്സിനെയും
എക്സിനെയും വൈയെയും കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് അല്ലേ. ഇവിടെ 0.3 ഉള്ളൂ. എന്നാൽ വൈ എന്ന് പറയുന്നത് 1 ഉണ്ട്, എക്സ് എന്ന് പറയുന്നത് 5 ഉണ്ട്. സോ ഇത് പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ജിയോമെട്രി ഓപ്പൺ ചെയ്തിട്ട് സർഫസ് എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് ഇതിന് പറഞ്ഞു കൊടുക്കണം. സോ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്, 0.3 എന്നാണ് അല്ലേ. സോ 0.3 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇതെന്ത് മെറ്റീരിയലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. സോ അസൈൻമെൻറ്റിനകത്ത് വരിക, അസൈൻമെൻറ്റിൽ നമ്മൾ കോൺക്രീറ്റ് എന്ന് കൊടുക്കുക. കാരണം ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ വന്നത്. ഓക്കെ, ഈ സ്ട്രക്ചർ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് മെറ്റീരിയലാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കോൺക്രീറ്റ് എന്ന് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇതിന് ശേഷം നേരെ നമ്മൾ മെഷിൽ വരിക. മെഷിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2-3 ഓപ്ഷൻസ് കാണാം. ഒന്നെന്ന് പറയുന്നത് എലമെൻ്റ് ഓർഡർ അല്ലേ. ഈ എലമെൻ്റ് ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് 4 നോഡ് കോഡിലാറ്ററൽ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ കോഡിലാറ്ററൽ 4 നോഡ് കോഡിലാറ്ററൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം കൺട്രോളറിനകത്ത് വന്നിട്ട് ലീനിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതായത് 4 നോഡ് കോഡിലാറ്ററൽ ആണെങ്കിൽ നമ്മൾ ലീനിയർ എന്ന് കൊടുക്കുക. 8 നോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്വാഡ്രാറ്റിക് കൊടുക്കുക. പ്രോഗ്രാം കൺട്രോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം തന്നെ അതിനാവശ്യമായ ഒരു എലമെൻറ്റ്സ് ഓർഡർ ചൂസ് ചെയ്യുമെന്നാണ്. അപ്പോൾ കോഡിലാറ്റർ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ലീനിയർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എലമെൻറ്റ് സൈസ് പറയുന്നുണ്ട് 0.1 എന്ന്. അപ്പോൾ നമ്മളിവിടെ എലമെൻറ്റ് സൈസ് 0.1 എന്നും കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ദെൻ മെഷ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, മെഷ് ജനറേറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ ഇത് കോഡിലാറ്റർ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കണം അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിനും വഴിയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ക്വാളിറ്റി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് തൊട്ട് താഴോട്ട് വരിക. അവിടെ നമുക്ക് മെഷ് മെട്രിക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് എലമെൻറ്റ് ക്വാളിറ്റി എടുക്കുക. എലമെൻറ്റ് ക്വാളിറ്റി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് എന്ത് ടൈപ്പാണെന്ന്. കണ്ടോ, കോഡ് 4 എന്ന് കാണിക്കും. കോഡ് 4 എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനർത്ഥം ഇത് 4 നോഡ് കോഡിലാറ്ററൽ എലമെൻറ്റ് ആണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് കാണിച്ചു തന്നതാണ് എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, നമ്മൾ മെഷീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുക എന്നതാണ്. ഒരു സൈഡ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്കങ്ങ് ഫിക്സ് ചെയ്യാം ഒരു സൈഡ്. സോ നമ്മൾ സ്റ്റാറ്റിക് സ്ട്രക്ചറിൽ എടുക്കുന്നു, അതിനുശേഷം ഇൻസർട്ട് എടുക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒരു സൈഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതിനുവേണ്ടി ഫിക്സഡ് സപ്പോർട്ട് എടുക്കുന്നു. കണ്ടോ, നമുക്ക് ഈ സൈഡിലാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സൈഡ് കാണിച്ചു കൊടുത്തിട്ട് നമ്മളിവിടെ അപ്ലൈ കൊടുക്കുന്നു. സോ ഇവിടെ ഒരു ഫിക്സ് ചെയ്ത ഒരു ടാഗ് വരുന്നു. അതിനർത്ഥം ഇവിടെ ഫിക്സ് ആയെന്നാണ്. അടുത്തത് നമുക്ക് ലോഡ് കൊടുക്കണം. ലോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വേരിയിങ് ലോഡാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കേണ്ടത് ഈ ലോഡിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കുക. kN/m². അതിനർത്ഥം ഇത് പ്രഷർ ലോഡാണ്, പ്രഷറാണ് അപ്ലൈ ചെയ്യേണ്ട. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റിക് സ്ട്രക്ചറിനകത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസർട്ടിനകത്ത് വന്നിട്ട് പ്രഷർ എടുക്കുന്നു. പ്രഷർ എടുത്തു കഴിഞ്ഞാൽ ഇതിലെവിടെയാണ് പ്രഷർ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു എഡ്ജ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഞാൻ ഈ ടോപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ അപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അടുത്തത് നമുക്ക് വേരിയിങ് ലോഡാണ് കൊടുക്കേണ്ടത് അല്ലേ. അതായത് തുടക്കത്തിൽ ഒരുപാട് കൂടിയ പ്രഷർ ആയിരിക്കണം, അതിനുശേഷം എന്ത് ചെയ്യണം, ഈ പ്രഷർ കുറഞ്ഞു വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നിറ്റ്യൂഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാബുലാർ എന്ന് പറയുന്ന ഓപ്ഷൻ വരും, അതെടുക്കുക. ടാബുലാറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സമയത്തുമുള്ള പ്രഷർ നമുക്ക് കൊടുത്ത് പോകാം. ടാബുലാർ കൊടുക്കുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് വരുന്നത് എന്താണ്, ടൈമും പ്രഷറും തമ്മിലുള്ള വാല്യൂ ആണ്. അതായത് ഇപ്പോൾ ടൈമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രഷർ വേരി ചെയ്ത് പോകണം. അതായത് ആദ്യത്തെ 1 മിനിറ്റിൽ 10 kN
10 പാസ്കൽ എന്നും, അടുത്ത ഒരു രണ്ടാമത്തെ മിനിറ്റിൽ എന്ത് ചെയ്യുക 5 പാസ്കൽ എന്നും, അടുത്ത മൂന്നാമത്തെ മിനിറ്റ് 6 പാസ്കൽ, അങ്ങനെയൊക്കെ ടൈമിനെ ബേസ് ചെയ്തിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ടൈം ബേസ് ചെയ്തിട്ടല്ല, ഈ ലെങ്ത് ബേസ് ചെയ്തിട്ടാണ് ഈ പ്രഷർ വേരി ആവുന്നത്. സോ നമുക്ക് ഇതിൽ പറ്റത്തില്ല. അതുകൊണ്ട് ടാബുലാർ തന്നെ എടുത്തിട്ട് നമ്മൾ തൊട്ട് താഴെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്ന സ്ഥലത്ത് ടൈം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏത് സൈഡിലോട്ടാണ് പ്രഷർ വരുന്നത് എന്നുള്ള കാര്യം കൊടുക്കണം. ഉദാഹരണത്തിന് നമ്മളിവിടെ എക്സിലാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കിയേ, എക്സ് എന്ന് വെച്ചാൽ ഇതാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എക്സിലാണ് അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, എക്സ് എന്നുള്ള ആക്സിസ് കാണിച്ചു കൊടുക്കുന്നു. അതായത് എക്സിലാണ് നമ്മളിവിടെ പ്രഷർ അപ്ലൈ ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, നമ്മുടെ ടാബുലാർ കോളത്തിൽ എന്ത് ചെയ്തു, എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും കറസ്പോണ്ടിങ് പ്രഷർ എന്നുള്ള വാല്യൂസും ഉള്ളത് വന്നു അല്ലേ. അതായത് 0 മുതൽ എന്ത് ചെയ്യുന്നു 5 വരെ ഇവിടം വരെ ഉണ്ട് അല്ലേ. അതായത് 0 എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ആക്സിസിൽ ഏതാണോ അതാ ഇവിടെയാണ് 0 വരുന്നത് അല്ലേ. നമ്മൾ ഇവിടെയല്ലേ സെലക്ട് ചെയ്തത്. സോ ഇവിടെയാണ് 0 വരുന്നത്. സോ 0യിലുള്ള പ്രഷർ എത്രയാണ് നമുക്ക് 100 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പോൾ 100 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം, 100 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കണം അല്ലേ. അപ്പം എന്ത് ചെയ്യണം, 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. സോ നമ്മൾ e⁻³ അല്ലേ. അപ്പോൾ എന്തായി, 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നായി അല്ലേ. 1 പാസ്കൽ = 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 100 e⁻³ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ = 100 e⁻³ പാസ്കൽ തന്നെയാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 100 e⁻³ പാസ്കൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 5ലാണ് അല്ലേ. 5ൽ നമുക്ക് എത്രയാണ്, 0 ആണ് വന്നേക്കണം അല്ലേ. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്ററിൽ എത്രയെന്ന് കൊടുത്തു, 0 എന്നും കൊടുത്തു. ഓക്കെ കൊടുത്തു. കണ്ടോ. ഇനി നമ്മുടെ ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ നോക്കാം. അതായത് ഏറ്റവും വലിയ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ് വന്നേക്കുന്നത്, ഈ പറയുന്ന ടോപ്പിൽ എത്രയാണ്, 100 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് വന്നിട്ടുള്ളത്. ആ പ്രഷർ എന്ത് ചെയ്തു, കുറഞ്ഞ് എത്രയായി, 5ലെത്തിയ ടൈമിൽ എത്രയായി, ഇത് 0 ആയി മാറി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാവുന്നതാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, ഇതാ നോക്കേ, കണ്ടോ, 5ലെത്തിയ സമയത്ത് 0 ആയി, കണ്ടോ. അപ്പോൾ നമ്മുടെ ലോഡും കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം നമുക്കിനി ഒരു കാര്യം കൂടി കൊടുക്കാനുണ്ട്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ സെൽഫ് വെയിറ്റ് കൂടി കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അല്ലേ. സെൽഫ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റിയും കൂടെ ഇതിൽ അഫക്റ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സംഭവം കൂടെ ഇതിൽ കൊടുക്കണം അല്ലേ. അതുകൊണ്ട് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് സ്റ്റാറ്റിക് സ്ട്രക്ചറിനകത്ത് വന്നിട്ട് ഇൻസർട്ടിനകത്ത് വന്നിട്ട് എന്താണ് സ്റ്റാൻഡേർഡ് എർത്ത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് കൂടെ കൊടുക്കും. ആ സമയത്ത് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന എങ്ങനെയാണ്, എന്താണ് ഇതിന് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് സൈഡിലായിട്ടല്ലേ എന്ത് ചെയ്യുന്ന നമ്മുടെ ലോഡ് വരുന്നത് അല്ലേ. അപ്പം മൈനസ് അല്ലേ, മൈനസ് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. സോ അത് നമ്മളൊന്ന് മാറ്റണ്ട. സോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലോഡ് കൊടുത്തു, പ്രഷർ കൊടുത്ത് ഗ്രാവിറ്റി ആഡ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷനിൽ വന്നിട്ട് സോൾവ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സൊല്യൂഷൻ സോൾവ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇങ്ങനെ ടിക്ക് വീഴും. ഇനി നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഒന്ന് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ബി. അതായത് നമ്മുടെ ബി എന്ന് പറയുന്ന ഇതിലെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഈ പോയിന്റിലെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് സൊല്യൂഷനിൽ വന്നിട്ട് ഇൻസർട്ട് എടുത്തിട്ട് അതിനകത്ത് ഡീഫോർമേഷൻ എടുത്തിട്ട് ഡയറക്ഷണൽ ഡീഫോർമേഷൻ എടുക്കണം. ഡയറക്ഷണൽ ഡീഫോർമേഷൻ എടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ, അതായത് വൈ അല്ലേ, വൈ അല്ലേ വെർട്ടിക്കൽ. സോ നമുക്ക് ഈ ഓറിയൻറ്റേഷൻ എന്നുള്ളത് മാറ്റിയിട്ട് എക്സ് എന്നുള്ളത് മാറ്റിയിട്ട് വൈ ആക്കി കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. അടുത്തത് ഹൊറിസോണ്ടൽ സ്ട്രെസ് അറ്റ് എ, അതായത് എ എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്, അതായത് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിൻ്റ് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഹൊറിസോണ്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, സൊല്യൂഷൻ എടുക്കണം, ഇൻസർട്ട് എടുക്കണം,
അതിനകത്ത് സ്ട്രെസ് എടുക്കണം, അതിനകത്ത് നോർമൽ സ്ട്രെസ് എടുക്കണം. അതിനകത്ത് ഹൊറിസോണ്ടൽ സ്ട്രെസ് അല്ലേ, അതായത് ഹൊറിസോണ്ടൽ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്, എക്സ് അല്ലേ, അതായത് ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ എക്സ് തന്നെയാണ്, അതായത് ഇപ്പോൾ ആദ്യം കിടക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തണ്ട. അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, ഇത് വൈ ആക്കി കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ സ്ട്രെസ്സാണ് എടുക്കേണ്ടത്. അപ്പോൾ രണ്ടും എടുത്തു. അത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ആൾ റിസൾട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇത് രണ്ടും കമ്പ്യൂട്ടർ സോൾവ് ചെയ്ത് റിസൾട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് കിട്ടിയ റിസൾട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ബിയിലുള്ള എന്താണ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ബിയിലുള്ള വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടുത്തെ പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റിസൾട്ടിനകത്ത് വന്നിട്ട് മാക്സിമം എന്ന് പറയുന്ന വാല്യൂ കിടക്കുന്നുണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അതുപോലെ മിനിമം എന്ന് പറയുന്ന വാല്യൂ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് താഴോട്ടാണ് വാല്യൂസ് വരുന്നത് അല്ലേ. അതായത് ഇത് താഴോട്ട് വരികയാണ്. എത്രയാണ് കാണിക്കുന്നത് മിനിമത്തിൽ, അതായത് മിനിമം എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് ഈ ഒരു വാല്യൂ അല്ലേ, അതായത് എത്രയാണ് കാണിക്കുന്നത്, -1.367 മീറ്റർ എന്നാണ് കാണിക്കുന്നത്. സോറി, ഇൻറ്റു 10⁻³ മീറ്റർ എന്നാണ് കാണിക്കുന്നത്. ഇതാണ് ഈ പോയിന്റിൽ എത്രയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ മൈനസ് വാല്യൂ വന്നേക്കുന്നത് വേറൊന്നുമില്ല, ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സിന് താഴോട്ട്, എക്സിന് പുറത്തോട്ടല്ല പോകണം, എക്സിന് താഴോട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്ന ഇവിടെ മൈനസ് വാല്യൂ വന്നത്. ഓക്കെ, അപ്പം ഇവിടെ മാക്സിമം എന്ന് വെച്ചേക്കുന്ന അർത്ഥമൊന്നുമല്ല, ജസ്റ്റ് ഈ മൈനസ് വാല്യൂയും പോസിറ്റീവ് വാല്യൂയും ബേസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ അൽഗോരിതത്തിലാണ് ഇതിങ്ങനെ കാണിക്കണം. അപ്പോൾ അത് നമ്മളിവിടെ കാര്യമാക്കണ്ട. ഇപ്പോൾ 0 എന്ന് പറയുന്ന മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല ഉദ്ദേശിക്കണം. എന്ത് ചെയ്തു, ഇപ്പം ഇവിടുത്തെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സാധാ ഇരുന്നതെന്നും കാട്ടി എത്രയാണ്, ഈ പറയുന്ന ഇത്രയും എത്രയാണ്, -1.63 എന്ന് പറയുന്ന, അല്ലെങ്കിൽ e⁻³ എന്ന് പറയുന്ന മീറ്റർ അല്ലേ, എത്രയും മീറ്റർ എന്താണ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചെന്നാണ്. നമുക്കിൻ്റെ അനിമേഷൻ നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ടോ, അതായത് ആദ്യം ഇരുന്നതിൽ നിന്ന് എന്ത് ചെയ്തു, ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. അപ്പോൾ ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് ഈ കാണുന്ന വാല്യൂ ആണ്, ഇത്രയാണ് ഇതിൻ്റെ വാല്യൂ. ഇപ്പം നിങ്ങൾക്ക് എഴുതുന്നെങ്കിൽ 1.63 e⁻³ എന്നിട്ടിട്ട് എന്ത് ചെയ്യുക, ഡയറക്ഷൻ ഡൗൺവേഡ് എന്ന് കൊടുക്കാം ബ്രാക്കറ്റിൽ, അങ്ങനെ കൊടുത്താലും മതി. അല്ലെങ്കിൽ മൈനസ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡൗൺവേഡ് എന്ന് എടുത്തോളും. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അടുത്തത് നമുക്ക് നോർമൽ സ്ട്രെസ് നോക്കാം. നോർമൽ സ്ട്രെസ് നോക്കി അതേപോലെ തന്നെയാണ് പ്രോബ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിനിമോ മാക്സിമോ നോക്കാം. കണ്ടോ, നമുക്ക് നോക്കിയേ മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ് നോക്കിയേ, 4.95 e⁻³ അല്ലേ, സോറി e⁻6 പാസ്കൽ. അപ്പോൾ ഇത്രയും സ്ട്രെസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കളർ കോണ്ടൂർ വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഇത്രയും